ഹലോ ഗൈസ്, ഞങ്ങള് വരിക്കശ്ശേരി മനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ തുറന്നിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ തുറന്നിട്ടില്ല സാധനം. നമ്മള് ഉള്ളിലേക്ക് കയറണ്ട് ഈ വഴി. എന്താ ഒരു പുറത്തെ കൊണ്ടുപോയി വെച്ചിരിക്കണത്. നമ്മൾ വലിയ അന്യരെ പോലെ ഒരു കാണും. പൈസ കൊടുത്തിട്ട് കയറിയിരിക്കണത്. പക്ഷെ സംഭവം ഒരു പുറത്ത് കൂടെ കയറാനാ പറയണം. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നിൽക്കുന്നത്. ഞാൻ ഇൻട്രോ എടുക്കാനേ പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? എല്ലാം പാടെ നമ്മൾ ഇങ്ങനെ പറയണല്ലോ അല്ലേ? അതെ. അപ്പൊ കഴിച്ച് നമ്മളെവിടെയാണ്? വരിക്കാശ്ശേരി മനയിലാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ജസ്റ്റ് ഒന്ന് വന്നാണ് അല്ലേ? അതെ. നമ്മുടെ ലബനീസ് ഭയങ്കര ക്രൗഡ് അല്ലേ? രസമല്ല. പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അതെ, ഞങ്ങൾ പക്ഷെ ക്രൗഡ് വലിയ രസമല്ല. നല്ല ചൂടുണ്ട്. ആൾക്കാർ അറിയണ്ടാവും. ഒടുക്കത്തെ ചൂടാണ്, അതാണ് പശ്ചാത്തലം. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും സങ്കടം എന്താ? അവളെ സങ്കടം എന്താണെന്നറിയോ? ആരും വായ നോക്കല്ല. ഇവിടെ നോക്കാൻ ആരും ഇല്ലാത്ത സംഭവം ഒക്കെ തന്താര് തെള്ളകൾ. പിന്നെ കുറെ കപ്പിൾസ് വന്നിട്ടുണ്ട്. സൈക്കിളിൽ കപ്പിൾസിനെ കാണും. അപ്പൊ ഇതിന് ചെറുത് കൂടുതലും ഫോട്ടോ എന്റെ ബർത്ത്ഡേ അപ്പൊ എല്ലാരും വെള്ളം വിഷ് ചെയ്യാ. വെള്ളം ബർത്ത്ഡേ എത്ര? എൻ്റെ 21 22. 22. നമ്മളെന്തായാലും ഇപ്പം ബെസ്റ്റീസ്. അതുകൊണ്ട് വെള്ളം ഇവിടെ ഇരിക്കാത്തിന് കഴിവ് കാണിക്കാൻ അത് ഞാൻ പ്രത്യേക സാധിച്ച് മാത്രമേ ഇവരെ ഡാൻസ് കണ്ടിട്ട് നമ്മൾക്കും കളിക്കണം. ഇവിടെ 2 കുട്ടികൾ ഡാൻസ് നമുക്ക് തീരെ അപ്പൊ ഇവർക്ക് അസൂയ. ഇവർക്കും കളിക്കണം. എന്നാ കളിക്കാൻ പാടില്ല. പോയി കളിക്ക് റഹീന. അപ്പൊ നിന്നെ അങ്ങോട്ട് എന്നെ ഇവരെ കളിയാക്കിയിരുന്നു രാവിലെ. പിങ്ക് ഐഷാഡോ പിങ്ക് ഇട്ടിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു ഒക്കെ സൂപ്പർ. പരിദൂഷണം പറയും. അതിനെ കുറിച്ച് എന്താ 2 വാക്ക് പറയും? ഷോ ഓഫ്. പട്ടി ഇപ്പൊ ചെയ്ത എല്ലാവർക്കും ഇഷ്ടാവണം. ബാക്കിയുള്ളവർ ചെയ്ത അവൾക്ക് ജലസി അടിക്കും. അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോയേക്കാ. അയാൾ ഇറങ്ങി പോണുണ്ട്. നമുക്ക് പോയേക്കോ. അല്ല, അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കും വിശക്കും. നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും തിന്നാം. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ ഞങ്ങളൊന്നും കേറ്റില്ല. ഈ അമ്പലത്തിൽ ഞങ്ങൾ കേറ്റില്ല. കേറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ വെച്ച് തരുന്നു. ഇതിലിപ്പോ നോക്കുമ്പോ 2 ആൾക്കാർ അമ്പലത്തിന്റെ ഒന്ന് തൊഴുതാളെ. എക്സാം അല്ലേ വരുന്ന തൊഴുതാളെ. അയ്യോ ഇത് കണ്ടുട്ടോ. ഷേ നടക്കും നീ അങ്ങോട്ട്. ഞങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വരാറ്. സനുക്ക് ഫുള്ളാണ്. 6 ലെവൽ പൊളിക്കും. ക്ലാസ്സാകും. ഇതിന്റെ ഇവിടെ ഇങ്ങനൊക്കെ ഉണ്ട്. അതാണ് ആരും വരിക്കാശ്ശേരി മന കണ്ടിട്ടേ ഇല്ല. ഇല്ല, കാണാത്തവരുണ്ടാവും. നമ്മുടെ ഫോളോവേഴ്സുകൾക്ക് നമുക്ക് വേണ്ടിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോ ഇവിടെ പൂവൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇവിടെ എന്താ നോ പ്രവേശനാണ്. നോ പ്രവേശനമില്ല. കൊറേ ആൾക്കാർ. എന്താണിത്? അത് തൊഴുതാലോ. എല്ലായിടത്തും തൊഴുതിട്ട് ഇവിടെ മാങ്ങല്ല. പക്ഷേ ഞാൻ മാങ്ങുന്നതിന്റെ മുഖത്തൊക്കെ കുരു വന്നിടി. പക്ഷെ ഞാൻ വിട്ടു. കുരു വരും. അങ്ങനൊക്കെ ഉണ്ട്. അവിടെ പോവാ. സൂപ്പർ സ്ഥലം. നല്ല വെള്ളം കുടിക്കാൻ തായിക്കുണ്ട്. അപ്പൊ നമ്മൾ ഇനി വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ നോക്കി നടക്കാം. വെള്ളമല്ല, സോഡയോ എന്തേലൊക്കെ. നല്ല ദാഹമുണ്ട്. നോമ്പെടുത്ത പോലെ ഉണ്ട്. വായിലൊന്നുമില്ല. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. ഒക്കെ പോയി മുങ്ങി. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. ഇനി ഫസ്റ്റ് അവരിനെ തപ്പെടുക്കണം.
എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെ, ലെറ്റ്സ് ഗോ. നടക്കൂ. അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ അങ്ങോട്ട് ക്യാമറമാനെ കാണിച്ചു. ഏതാ നൃത്തം? ഒരു 5 രൂപ കൊടുക്കണം. നമ്മൾ ട്രോളാൻ വേണ്ടിട്ടാണ് വന്നിക്കണ. കൊറേ കപ്പിൾസ് ഉണ്ടാവും, ഭാഗ്യല്ലേ കാണാൻ. കപ്പിൾസിനൊക്കെ കാണും. കപ്പിൾസ് ഒന്നും ഇല്ലല്ലേ? വന്നൊക്കെ പോയി. ഫുൾ ഫാമിലി വൈബാണ്, വെക്കേഷൻ ആയതുകൊണ്ട്. പക്ഷെ കുറെ ആൾക്കാരുണ്ടാവും, നമുക്ക് രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ശരിക്കാൻ മറ്റേ എന്താണ് മണിച്ചിത്ര അതിലാള് ചെവിയിൽ ചടക്കൂല. അതുകൊണ്ട് അതെ കണ്ട അവളെ ലുക്കേ പെണ്ണ്, സീന് പെണ്ണ്. എന്റെ ബാഗാണ്. അതെ. അവരെവിടെ? അവരിനെ കാണാനില്ല. അപ്പൊ മാക്സ് ഒക്കെ നമുക്കിവിടെ വരാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് പറയണത്. ബാക്കിയറിയില്ല. ബാക്കി പിരിയുന്ന കൂട്ടുകാർ നമ്മൾ. ബാക്കി എനിക്ക് അറിയത്തില്ല. ബാക്കി പച്ചവെള്ളം എന്തൊക്കെ പഠിക്കും. നല്ല വീട്ടിലൊക്കെ ഉണ്ട്. നമ്മള് മനേന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെന്താ അട് നടക്കുക. ഇന്നെന്താ പരിപാടി? നടക്കുക. മാറൂച്ച. ഇനി നമുക്ക് നടക്കാം. നമുക്ക് ഈ പാടത്തിന്റെ എന്തൊരു വ്യൂ അതല്ലടി നമ്മള് എന്ത് പറയും മലയാളത്തിലോ? ആ മലയാളത്തിൽ പ്രകൃതി നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നമ്മള് റോട്ടിലേക്ക് എത്തണം. അതെ, അവരുടെ പൈസ ഇല്ലായിട്ടൊന്നും അല്ല, ഞങ്ങള് പ്രകൃതി ഒന്ന് കാണാൻ വിചാരിച്ചു. ഓട്ടോ അല്ലടി, പൈസ ഇല്ലാണ്ടല്ല. ഓട്ടോ അതല്ല ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പാടങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ വിചാരിച്ചു. കുറെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചൊക്കെ മേലനങ്ങണം. അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് നല്ല കുട്ടികളാണ്. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഇറങ്ങി. അതിലൂടെ വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ മാറി നിൽക്കും. നല്ലോണം വായിക്കും. കുട്ടികളൊക്കെ കണ്ട് കളിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഫോണൊക്കെ മതി. ആദ്യ കാലത്ത് ഫോണൊന്നും ആർക്കും വേണ്ട, നമുക്കൊന്നും വേണ്ട. ഫൈനലി ഇവൾക്ക് ആ പൂ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, ഇങ്ങോട്ട് തിരിയോ. പൂവാണോ? പാട്ട് പാട്. പാടി. അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് നടക്കണം. ഇവിടെ പാട്ടുകാരിയാണ് ഗൈസ്. നാണം വന്നോടി വന്നു. അതല്ല, അത് 17ആണ്. എന്റെ 17 മറ്റൊന്ന് 10. അപ്പൊ ഞാൻ പാവട്ട് വെക്കും. 17 പൂക്കരളി പാടത്ത് പൂവിട്ടതെന്താണ് പറയാ. ബാക്കി ആൾക്കാരെ കൊണ്ടിട്ടേ പോകുള്ളൂ, ഉറപ്പാണ്. നാട്ടുകാരെ നമ്മള് മറക്കൂല. ഈ നാട്ടുകാരനൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തുമ്പോ ആ ചേച്ചിയൊക്കെ നോക്കി പോണ്. എനിക്ക് വേണ്ടി പാടി. അങ്ങനെ ലാസ്റ്റ് നമ്മള് ഫ്രൂക്സിൽ എത്തിയിട്ടുണ്ട്. പീസ് ആദ്യമായിട്ട് കോഴിക്കോട് കുടിച്ചോ. നമ്മുടെ റഹീനെ കുട്ടി പോവുകയാണ്. ബൈ പറയടി. ബൈ
നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാവാ. ഇവിടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പം ബൈ.